വരെയുള്ള എല്ലാ പ്രൊസീജിയറും ചെയ്ത് കഴിഞ്ഞ് പേയ്മെന്റ് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞാൽ ടക്കെന്ന് പോകും. പിന്നെ അവരെ മഷിയിട്ട് നോക്കിയാൽ കാണില്ല. അതെന്ത് മാജിക്കാന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പിന്നീട് ചെയ്യാന്നോർത്ത് ഓടുന്നതാണോ അല്ലെങ്കിൽ പിന്നെ എപ്പോഴെങ്കിലും ചെയ്യാന്നോർത്ത് ഓടുന്നതാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. അതുവരെ ലൈവായിരിക്കും. ഇപ്പം നമ്മളോട് സ്ഥലം പറയും, ആവശ്യമുള്ള പ്രോഡക്റ്റ് പറയും, ഇവിടെ നിന്ന് എൻ്റെ കൊച്ചു പിള്ളേരെ അതിന് പ്രൈസ് കൊടുക്കും, അതിൻ്റെ ഡീറ്റെയിൽസ് ചോദിക്കും, അതിൻ്റെയും ഡീറ്റെയിൽസ് കൊടുക്കും, ഡെലിവറി ഡീറ്റെയിൽസ് ചോദിക്കും, അത് കൊടുക്കും, പിന്നെ പേയ്മെൻറ്റ് ഡീറ്റെയിൽസ് ചോദിക്കും, അത് കൊടുക്കും. എല്ലാം കയ്യിൽ കിട്ടി അവരുടെ അഡ്രസ്സും ഡീറ്റെയിൽസും ഒക്കെ പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ടക്കുന്നോടും. അതുവരെ അവർ ലൈവായിരിക്കും. പിന്നെ അവരെ മഷിയിട്ട് നോക്കിയാൽ കാണില്ല. എത്ര മെസ്സേജ് അയച്ചാലും റെസ്പോണ്ട് ചെയ്യില്ല, റീമൈൻഡർ കൊടുത്താൽ റെസ്പോണ്ട് ചെയ്യില്ല, പേയ്മെന്റ് ചെയ്യത്തുമില്ല. എന്തിനാ നിങ്ങൾ സമയം കളയുന്നത്? ആവശ്യമുണ്ടെങ്കിൽ മാത്രം ബുക്കിംഗ് നമ്പർ യൂസ് ചെയ്യൂ. കാര്യം ഒരുപാട് പേര് ക്യൂ നിൽക്കുന്ന നമ്പറാണ്. അപ്പം നിങ്ങൾ ആവശ്യമില്ലാത്തവരും വന്നിട്ട് ഇതുപോലെ വെറുതെ ടൈം വേസ്റ്റ് ചെയ്യുമ്പോൾ മറ്റുള്ളവർക്കും കൂടിയുള്ള ടൈമാണ് പോകുന്നത്. മനസ്സിലായി? മറ്റുള്ളവരപ്പോൾ ക്യൂവിൽ ഇങ്ങനെ ഇരിക്കുമോ, എൻ്റെ മെസ്സേജ് ഇപ്പോൾ നോക്കുകയായിരിക്കും എന്നോർത്തിട്ട്. അപ്പോൾ ആവശ്യമുള്ളവർ മാത്രം നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഇതുപോലെ ടൈം വേസ്റ്റ് ചെയ്യാനായിട്ടും വെറുതെ ചാറ്റ് ചെയ്യാനായിട്ടും വരുന്നവർ ചിലർ ഞാനാന്ന് എഴുതി വരുന്നതാണ്. പിന്നെ ഞാനല്ലാന്ന് കണ്ടു കഴിയുമ്പോൾ എന്തെങ്കിലുമൊക്കെ പറയേണ്ടതെന്ന് ഓർത്തിട്ട് കുറേ അതും ഇതൊക്കെ പറഞ്ഞിട്ട് പോകും. അതിനൊന്നും ഈ നമ്പർ യൂസ് ചെയ്യരുത്. ഇതൊരു ബിസിനസ് നമ്പറാണ്. ഇത് ഭയങ്കര തിരക്കുള്ള നമ്പറാണ്. അത് ടിപ്സ് പറയാനും ഹെൽത്ത് പ്രോബ്ലംസ് പറയാനും വെച്ചിരിക്കുന്ന നമ്പറല്ല. നിങ്ങൾക്ക് എല്ലാത്തിൻ്റെയും വില ഞാൻ യൂട്യൂബിൽ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ വെബ്സൈറ്റിലും കിടപ്പുണ്ട്. അപ്പം നിങ്ങൾക്ക് വില ചോദിക്കാമെന്ന് പറഞ്ഞിട്ട് ഇനി ബുക്കിംഗ് നമ്പറിലോട്ട് ഓടേണ്ട. നിങ്ങൾ വിലയൊക്കെ ഇവിടെ കണ്ട് മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് അഫോർഡബിൾ ആണ്, എനിക്കിത് വാങ്ങാൻ പറ്റും, ഞാനിത് വാങ്ങി യൂസ് ചെയ്യട്ടെ എന്നുള്ളവർ മാത്രം ബുക്കിംഗ് നമ്പർ യൂസ് ചെയ്യുക. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഈ സെയിം പാക്കേജ് ഒന്നുകൂടെ പറയുകയാണ്, ഈ സെയിം പാക്കേജ് മഞ്ചിഷ്ട ഫേസ് ക്രീം 350 രൂപയ്ക്ക് ഇൻ കേരള ആണ്. ഷിപ്പിംഗ് ഫ്രീ ആണ്. ഔട്ട് ഓഫ് കേരള ഉള്ളവർ മാത്രം എക്സ്ട്രാ ഇതിൻ്റെ കൂടെ 350+ കൊറിയർ ചാർജ് അടച്ചിട്ട് കൈപ്പറ്റുക. ഒരാൾക്ക് എത്ര സെറ്റ് വേണമെങ്കിലും കൈപ്പറ്റാവുന്നതാണ്. ഔട്ട് ഓഫ് കേരള ഉള്ളവർക്ക് കൊറിയർ ചാർജ് ആസ് പെർ ദ വെയിറ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് അത് നിങ്ങൾ 10 ബോട്ടിലൊക്കെ എടുക്കുന്നവർ ജസ്റ്റ് കോൺടാക്ട് ചെയ്തിട്ട് മാത്രം കൊറിയർ ചാർജ് എത്രയാണെന്ന് മനസ്സിലാക്കിയിട്ട് മാത്രം പേയ്മെൻറ്റ് ചെയ്താൽ മതി. പിന്നെ 50ഉം 100ഉം ഒക്കെ ബുക്ക് ചെയ്യുന്നവരുണ്ട്. അത് നമ്മൾ ചെക്ക് ചെയ്യും കേട്ടോ, റീസെല്ലിങ്ങിനാണോ എന്നുള്ളത് ചെക്ക് ചെയ്യും. കാര്യം കഴിഞ്ഞ ദിവസം അങ്ങനെ ഉണ്ടായിരുന്നു, 200 ബോട്ടിലൊക്കെ ചോദിച്ചവരുണ്ട്. അപ്പോൾ അത് മിക്കവാറും റീസെല്ലിങ്ങിനായിരിക്കും, അത് നമ്മൾ കൊടുക്കുന്നില്ല, നമ്മുടെ പ്രോഡക്റ്റ് നമ്മൾ മാത്രം സെല്ല് ചെയ്യുന്നുള്ളൂ. അങ്ങനെ എന്തെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഞാനത് കംപ്ലയിൻറ്റ് ഫയൽ ചെയ്യും. പിന്നെ പണിയാവും നിങ്ങൾക്ക്. അതുകൊണ്ട് അത് ചെയ്യണ്ട. കാര്യം എൻ്റെ ലൈസൻസ് വെച്ചിട്ട് നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അത് പ്രത്യേകം ഓർക്കുക. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. വീഡിയോ കണ്ടിഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ആൻഡ് ഓൾസോ നിങ്ങളുടെ ഇതുപോലെ പിന്നെ ഫേസിൽ ഇതുപോലെ പ്രശ്നങ്ങളുള്ളവർ, ഹൈപ്പർ പിഗ്മെൻറ്റഡ്, അണ്ടർ ഐ സർക്കിൾസ്, നെക്ക് ലൈൻസ്, ഫൈൻ ലൈൻസ്, മറ്റേ ആക്നെ സ്കാർസ്, മെലാസ്മ, ഇങ്ങനെ എന്ത് പ്രോബ്ലംസും ഉള്ളവരും എന്ത് പറയുക